നമ്മളിന്ന് മാംഗ്ലൂരിൽ പോവാണ് ഗൈസ്. ബാംഗ്ലൂരാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു റേച്ചൂസ് യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റേച്ചൽ മരിയ. ഇത് പറയാൻ റേച്ചു വിട്ടുപോയി, പക്ഷെ ഞാൻ മറന്നില്ല കേട്ടോ. റേച്ചു പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ മാംഗ്ലൂരൊന്നുമല്ല പോകുന്നത്, മാംഗ്രൂവ് സെൻറ്ററിലാണ്. നമ്മുടെ ഫുജേറിയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരത്തിൽ ഖൽബ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഷാർജ എമിറേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖൽബ വരുന്നത്. അവിടെയാണ് മാംഗ്രൂവ് സെൻറ്റർ ഉള്ളത്, ഖോർ ഖൽബ മാംഗ്രൂവ് സെൻറ്റർ. ഖൽബ സിറ്റിയിൽ ഖൽബ മോളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഐസ് ഫാക്ടറിയുടെയൊക്കെ അടുത്തായിട്ടാണ് ഈ മാംഗ്രൂവ് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഈവനിങ് 6:30 വരെയാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഖൽബ കോർണിഷിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ നമ്മളൊരിടത്ത് ബുൾ ഫൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നിർത്തിയില്ല, ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാംഗ്രൂവ് സെൻറ്ററിൽ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കൊന്നും നിർത്തിയില്ല. അങ്ങനെ കോർണിഷ് എത്തിയപ്പോൾ കോർണിഷിൻ്റെ സൈഡിൽ കുട്ടികളുടെ എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വാട്ടർ ഫൗണ്ടെയിൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും നിർത്തിയില്ല. തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പോൾ മാംഗ്രൂവ് സെൻറ്ററിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇതിന് മുമ്പും 2-3 പ്രാവശ്യം മാംഗ്രൂവ് സെൻറ്റർ പോകണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഗേറ്റിൻ്റെ അവിടം വരെയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അകത്ത് കുറേ നടക്കാനുണ്ട്, കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ടൈം തികയത്തില്ല. അപ്പം നമ്മളൊരു ചിലപ്പോഴൊക്കെ ഒരു 6 മണിക്കൊക്കെ ആയിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ 6:30 അടയ്ക്കുമല്ലോ, അപ്പോൾ കയറിയിട്ട് എങ്ങനെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കാണണമെന്നുള്ള ഉദ്ദേശമായിട്ടാണ് നമ്മളത് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റേച്ചു പോകുന്നതിൻ്റെ, നാട്ടിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇപ്പോൾ നമ്മൾ മാംഗ്രൂവ് സെൻറ്ററിലോട്ട് പോകുന്നത്. ഈ പോകുന്ന വഴിയിലൊക്കെ റേച്ചു കോർണിഷിനെയും അവിടെ പാം ട്രീസിനെയും ഫ്ലവേഴ്സും ചെടികളും ഒക്കെ അവൾ കുറേ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാറിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഡിസ്ട്രാക്റ്റ് ആവേണ്ട, കോപ്പിറൈറ്റൊക്കെ വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. റേച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മൾ കുറേ പ്രാവശ്യം ഈ കോർണിഷിൽ, ഇവിടുത്തെ ബീച്ചിൽ വന്നിട്ടുണ്ട്. കടലിൽ കുളിക്കാനും നടക്കാനും വെറുതെ കാറ്റുള്ളതിനും ഒക്കെ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ടാണ് മാംഗ്രൂവ് സെൻറ്റർ. അങ്ങോട്ട് പോകുന്നത് ഇതിന് മുന്നും പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചു വന്നു, അകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമുക്ക് പോകാനായിട്ടൊരവസരം കിട്ടുന്നത്. നമ്മളിന്നിപ്പോൾ ഈ പോകുന്നത് ഒരു വീക്കെൻഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. മാംഗ്രൂവ് സെൻറ്ററിൽ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ദുബായിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കാറ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നെയും റേച്ചുവിനെ ഇറക്കിയിട്ട് റേച്ചുവിൻ്റെ അച്ഛൻ തന്നെ കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നീടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈ മാംഗ്രൂവ് സെൻറ്ററിൻ്റെ അകത്ത് കയറി. ഇവിടെ ടിക്കറ്റ് എടുക്കണം അകത്തോട്ട് കയറാനായിട്ട്. അഡൾട്ടിന് 15 dirhams ആണ്, പ്ലസ് 5% ടാക്സ്. നമ്മൾ ഖൽബയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഖൽബ. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അഡൾട്ട്സിന് 15 dirhams പ്ലസ് 5% ടാക്സും. കിഡ്സിനാണെങ്കിൽ അണ്ടർ 12 കുട്ടികൾക്ക് ടിക്കറ്റ് റേറ്റ് ഇല്ല, ഫ്രീ ആണ്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ 2 dirhams, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ 5 dirhams, അങ്ങനെയാണ്. അപ്പോൾ റേച്ചുവിൻ്റെ അച്ഛൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. ആ ലേക്കിൻ്റെ അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ വന്നതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതുപോലുള്ള ബഗ്ഗി കാർ ഉണ്ടായിരിക്കും. ഫ്രീ പിക്ക് ആൻഡ് ഡ്രോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് നമുക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ
അവർ ഈ ബഗ്ഗി കാറിലാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഈ ലേക്കിൻ്റെ മീതെ ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്നത് നല്ല ഭംഗിയാണ് കാണാനും. നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെയാണ് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് പോകണം. ചെറിയൊരു മ്യൂസിയം പോലുള്ള സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മാൻഗ്രൂവ്സിലൊക്കെ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മത്സ്യങ്ങൾ, ക്രാബ്, ലിസാർഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കുറേ വച്ചിട്ടുണ്ട് കാണാനായിട്ട്. ഇവിടെ അവർ ചെയ്തിരിക്കുന്ന ഈ മാൻഗ്രൂവ് സെൻറ്റർ വരുന്നതിന് മുമ്പ് ഇതെങ്ങനത്തെ ഇതായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പം അതെങ്ങനെയായി എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് കുറേ ഫിഷൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഗ്ലാസ് ഫിഷൊക്കെ പോലെ ചെറുതാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ മാൻഗ്രൂവിലൊക്കെ ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ സാധാരണയായിട്ട് കാണുന്ന ഫിഷ്, ക്രാബ്, ലിസാർഡ്, അങ്ങനത്തെ മാൻഗ്രൂവ്സിൻ്റെ ഇടയിൽ മാത്രം കാണുന്നുള്ള ചില ജീവികളുടെയൊക്കെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ നേരിട്ട് എങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ സുനാമി ഉണ്ടല്ലേ, സുനാമി എന്ന സമയത്ത് ഇപ്പോൾ സുനാമി ഇവിടെ ഇല്ല. ഇന്തോനേഷ്യ അവിടെ അങ്ങനത്തെ ദ്വീപില്ലേ, ഐലൻഡ്സ്, അവിടെ ഫുള്ള് ഈ മാംഗ്രൂവ്സ് ഉണ്ടായിരുന്നു. മാംഗ്രൂവ്സ് മീൻസ് ഈ കണ്ടൽ കാടുകൾ, കണ്ടൽ ചെടികളുകൊണ്ട് അവിടെ ഒരു സുനാമി അടിക്കാണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യും. എന്താ അതുകൊണ്ട് ഇത് ഈ മാംഗ്രൂവ്സ് നല്ലതാണ് നമ്മുടെ ഒരു ഭൂമിക്ക്. അതാണ് പിന്നെ പ്രിസർവ് ചെയ്യുന്നത്. ഇന്തോനേഷ്യ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ഈ കണ്ടൽക്കാടുള്ളതുകൊണ്ട് സുനാമി വരാണ്ട് ഒരുപാട് ജീവൻ വെച്ചു. നമ്മുടെ നാട്ടിലുണ്ട് ഈ കണ്ടൽക്കാടുകൾ, പൂവാറുണ്ട്. നമ്മുടെ പൂവാറുണ്ട്. പൂവാറിലുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തുറയിൽ വരൂല. പല്ലി ആ രണ്ട് പല്ലി പൊട്ടല്ല ഇവിടെ വരും. അതെന്തോന്ന് മീനിന്റെ ഗൈസ്, ഇവിടെ പല്ലി. കണ്ടല്ലേ ശംഖുകളാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷെൽസ്. ഇത് ഷെല്ലാണല്ലേ, മുള്ളു പോലെ ഇരിക്കും. പല ഷേപ്പിലും പല ഇതിലുള്ള ഷെൽസ്. പല്ലിനെ വരെ നമുക്ക് ഈ ലെൻസിൽ കൂടെ ബിഗായിട്ട് കാണാൻ പറ്റും. നോക്കിയൊക്കെ കണ്ട, ഇതിൽ ബിഗായിട്ട് കാണാൻ പറ്റും. ഇത് വരുമ്പോൾ കാണാം. അങ്ങനെ അകത്ത് കുറച്ചധികം കാണാനുണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, എന്നാലും മാക്സിമം പറ്റുന്ന എടുത്തിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്.
നേച്ചറിന് വലിയ ഹാമാകാത്ത രീതിയിൽ തന്നെയാണ് അവരെല്ലാം മാക്സിമം നേച്ചറിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവരെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാക്ക് വേ ആയിരുന്നു. അതിൽ കൂടെ നടന്നു വരുമ്പോഴേക്കും നമുക്കൊരു കുളം പോലത്തെ ഇതിൽ അവർ ആമ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറുതും ഒരു വലുതും പിന്നെ കുറേ അധികം മീനുകളും ഉണ്ടായിരുന്നു. ഇവിടെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡും ഒരു ചെറിയൊരു ടാങ്ക് പോലെ കെട്ടിയിട്ട് അതിനകത്തും ആമയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കുറച്ചധികം സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടെ കുട്ടികളുടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അതും മാക്സിമം അവർ വുഡൻ തീമിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ആംബിയൻസ് തന്നെയായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിറയെ കുട്ടികളുണ്ടായിരുന്നു. റേച്ച് പാർക്കിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ള് നടന്ന് കാണാനുള്ളതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ കയറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് റേച്ചിനെയും കൊണ്ട് പോവാണ്. പിന്നെ ഇപ്പം നമ്മൾ കയറുന്നത് ഇവിടെ കുറേ ബേർഡ്സിനെ അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു മാൻഗ്രൂവിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന ബേർഡ്സാണ്. നമ്മൾ സാധാരണയായിട്ട് കാണുന്നതിനേക്കാളും ഉപരി ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ കാണപ്പെടുന്ന ബേർഡ്സ് അങ്ങനത്തെ കുറച്ച് ജീവജാലങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണെങ്കിലും ഭയങ്കര നാച്ചുറലായിട്ടുള്ള രീതിയിൽ നിറയെ ലാൻഡ്സ്കേപ്പൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോറൊക്കെ ആണെങ്കിലും ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വുഡൻ തീമിലൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു പ്രദേശമാണ് കാണുന്നത്. ഇവിടെ കുറേ മാനുണ്ട്. ഭയങ്കര ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ അനിമൽ ഫ്രണ്ട്ലി ആയിട്ടും ഫുള്ളി ഒരു തുറന്ന പ്രദേശം തന്നെ ആയതുകൊണ്ട് ഈ അനിമൽസൊക്കെ നമ്മുടെ അടുത്തോട്ടല്ല നിൽക്കുന്നത്, കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ്. അവിടെ നിന്ന് നടന്നു വരുമ്പോഴത്തേക്കും കുറേ ഹട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹട്ടിൻ്റെ രൂപത്തിൽ അവർ ചെയ്തിട്ടുള്ളത്. അവിടെയും കുറച്ച് ബേർഡ്സിനെയൊക്കെ കിങ് ഫിഷർ അങ്ങനത്തെ കുറച്ച് ബേർഡ്സിനെയൊക്കെ അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ബേർഡ്സിനെ കുറിച്ചും അതിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചൊക്കെ അവർ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ബോർഡിലൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു വലിയൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ മെയിൻ സംഭവത്തേക്ക് പോകുന്നത്. സംഭവമല്ല, സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ ബ്രിഡ്ജ് ഇറങ്ങുന്ന അവിടെയാണ് മാൻഗ്രൂവ് വരുന്നത്. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടെ കയറി നേരെ കയറുന്നത് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ്. അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു വാക്ക് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി വന്ന ആ ബ്രിഡ്ജ് കണ്ടിന്യൂ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് ഡൈവേർഷൻസ് വന്നിട്ട് ചെറിയ ഹട്ട് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ ഹട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് ലേക്കിൻ്റെ വ്യൂ കാണാൻ പറ്റും. ഈവനിങ് ടൈമിൽ ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ള കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയായിരുന്നു. പിന്നെ പക്ഷികളുടെ ശബ്ദവും ഭയങ്കര തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള
ഒരു സ്ഥലം തന്നെയായിരുന്നു. പറ്റുന്നവരൊക്കെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സമാധാനം കിട്ടുന്ന അങ്ങനത്തെ ഭയങ്കര ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. നമുക്ക് നാട്ടിൽ പൂവാറെന്ന് പറയുന്ന സ്ഥലത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അവിടെ കണ്ടൽക്കാടുണ്ട്, അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഓർമ്മയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ടൈം ഒരു 6:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് എല്ലാവരോടും ഇറങ്ങാൻ പറയുന്നുണ്ട്. കാരണം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. 6:30 ക്ലോസിങ് ടൈം. അപ്പോൾ ഇവിടുന്ന് നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ടൈം ആവും. അതുകൊണ്ട് എല്ലാവരോടും ഇറങ്ങാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ചുകൂടെ നടന്നാൽ നമ്മൾ നേരത്തെ എത്തിയ അവിടെ എത്തും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നേരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക.